കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് പി ശൈലജൻ. അപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ പല സ്ഥലത്തും വിമതന്മാർ വന്ന സ്ഥിതിയുണ്ടല്ലോ. അപ്പോൾ നിലവിൽ തുർക്കിയിൽ വിമത വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ജഷീർ പള്ളിവേൽ തന്നെ വിമതനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്നിപ്പോ MLA DCCയിൽ വെച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു പ്രശ്നവുമില്ല, ബുദ്ധിമുട്ടുമില്ല എന്നും വൈകിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നത് MLA ഒരു താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെട്ടി നിരത്താൻ വേണ്ടിയുള്ള സമയം അദ്ദേഹം എടുത്തു, അത്രേ ഉള്ളൂ. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് കയറി വന്ന MLAക്ക്, വയനാട്ടിലെ ഏക ജനറൽ സീറ്റാണല്ലോ കൽപ്പറ്റ, അതിലിരിക്കുന്ന ഈ MLAക്ക് ഇവിടെ തുടർന്നും നിൽക്കാൻ വേണ്ടി വയനാട് ജില്ലയിലെ മുഴുവൻ കാര്യപ്രാപ്തിയുള്ള യുവജന നേതാക്കന്മാരുടെ മുഴുവൻ കോൺഗ്രസിനകത്ത് വെട്ടി നിരത്ത സമീപനം എടുത്തത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെയുള്ള ജഷീർ പള്ളിവേൽ. കഴിഞ്ഞ കാലത്ത് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സംഘടനാ നിലക്ക് അവരുടെ സമരപരിപാടികളൊക്കെ മുമ്പിൽ ഏറ്റവും നിറഞ്ഞു നിന്ന ഒരു യുവാവാണ് അവരുടെ കൂട്ടത്തിൽ ജഷീർ പള്ളിവേൽ. ആ ജഷീർ പള്ളിവേലിനെ അവർ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കാണ് എന്താകുന്നത്. ആ സീറ്റ് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസിന് സീറ്റ് നിഷേധിക്കാൻ, അദ്ദേഹത്തിന് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവർ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പം ഏറ്റവും ഒടുവിൽ ജഷീറിന് പോലും സ്വതന്ത്രനായി വന്നിരിക്കുകയാണ്. പിന്നെ ഏത് വാർഡെടുത്ത് പരിശോധിച്ചാലും, കൽപ്പന മുനിസിപ്പാലിറ്റി ആണെങ്കിലും ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളാണെങ്കിലും ഒക്കെ തന്നെ കോൺഗ്രസിനകത്ത് സർവത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിമതന്മാരാണ്. ഈ വിമതന്മാരൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നതിന് കാരണം കോൺഗ്രസിനകത്തുള്ള തെറ്റായ സമീപനങ്ങളും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള MLAയുടെ പ്രവർത്തനങ്ങളുമാണ്.